നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സ്വർണ്ണക്കടത്ത് അന്വേഷണം ഊർജിതമാക്കി DRI. പിടിയിലായവർ കൂടുതൽ തവണ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലൂടെ സ്വർണം കടത്തിയതായി വിലയിരുത്തലുണ്ട്. കേസിൽ കൂടുതൽ അറസ്റ്റുകളുണ്ടാകും. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ സ്വർണ്ണക്കടത്ത് നടത്തിയ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 3 പേരെ ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു. വിമാനത്താവളത്തിലെ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരായ സേതു സന്തോഷ്, ഗോകുൽ എന്നിവരെയാണ് DRI അറസ്റ്റ് ചെയ്തത്. സ്വർണ്ണക്കടത്ത് സംഘത്തിലെ അംഗം മലയാറ്റൂർ സ്വദേശി ജെറിൻ ബൈജുവും അറസ്റ്റിലായിരുന്നു. ഇതോടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സ്വർണ്ണക്കടത്ത് സംബന്ധിച്ച അന്വേഷണം DRI ഊർജിതമാക്കി. പിടിയിലായവർ കൂടുതൽ തവണ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലൂടെ സ്വർണം കടത്തിയതായാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. കേസിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകും. 1400 ഗ്രാം സ്വർണം കടത്താൻ ശ്രമിച്ചതിന് ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥനായ ലിബിൻ ബോണിയെ DRI കഴിഞ്ഞ മാസം അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കൂടുതൽ പേർ പിടിയിലായത്. ന്യൂസ് മലയാളം, കൊച്ചി. ലഗേജിൽ ബോംബുണ്ടെന്ന് പറഞ്ഞ വിമാനയാത്രക്കാരൻ കുഴപ്പത്തിലാക്കിയത് സുരക്ഷാ ഉദ്യോഗസ്ഥരെയും വിമാനയാത്രികരെയുമാണ്. സംഭവം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇന്ന് പുലർച്ചെയായിരുന്നു. വ്യാജ ബോംബിന് പിന്നിൽ തിരുവനന്തപുരം സ്വദേശിയായ പ്രശാന്തും. തായ് എയർവേസിൽ തായ്ലൻഡിലേക്ക് പോകാനെത്തിയ ആഫ്രിക്കയിലെ ബിസിനസ്സുകാരൻ കൂടിയായ തിരുവനന്തപുരം സ്വദേശി പ്രശാന്തിന്റെ തമാശയാണ് വിമാനയാത്രക്കാരെയും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും കുഴപ്പത്തിലാക്കിയത്. പ്രശാന്തും ഭാര്യയും മകനും കൂടാതെ മറ്റു 4 പേരും ഒരുമിച്ചാണ് ടിക്കറ്റ് എടുത്തിരുന്നത്. ഇവർ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ അടുത്തെത്തിയപ്പോൾ ബാഗിൽ എന്താണെന്ന് ചോദിച്ചു. ഈ ചോദ്യം പ്രശാന്തിന് ഇഷ്ടമായില്ല. ഇതോടെ ബാഗിൽ ബോംബാണെന്ന് പ്രശാന്ത് ആവർത്തിച്ചു പറഞ്ഞു. ഇക്കാര്യം സുരക്ഷാ ഉദ്യോഗസ്ഥ റിപ്പോർട്ട് ചെയ്തു. തുടർന്ന് ബാഗ് തുറന്ന് പരിശോധന നടത്തിയ ശേഷം ഇയാളുടെ വിമാനയാത്ര തടഞ്ഞു. ഭാര്യയും മകനും യാത്ര ചെയ്യാനില്ലെന്ന നിലപാട് സ്വീകരിച്ചു. പിന്നീട് ഒരേ ടിക്കറ്റ് ആയതിനാൽ വിമാനത്തിനകത്ത് കയറ്റിയ ഇവരുടെ കൂടെയുണ്ടായിരുന്ന മറ്റ് 4 പേരുടെ ലഗേജുകൾ കൂടി വിമാനത്തിൽ നിന്നിറക്കി വീണ്ടും പരിശോധനയ്ക്ക് വിധേയമാക്കി. ഇതോടെ പുലർച്ചെ 2:10 പോകേണ്ടിയിരുന്ന വിമാനത്തിന് വൈകി 4:30 പുറപ്പെടാനായത്. ഈ മാസം നെടുമ്പാശ്ശേരിയിലെ 3ാമത്തെ വ്യാജ ബോംബ് ഭീഷണിയാണിത്. ന്യൂസ് മലയാളം, കൊച്ചി.